ഹലോ. ആർഷ ബൈജു അല്ലേ? ആ അതെ BBC ന്യൂസ് വിളിച്ചിട്ട് അതെ അതെ ഇന്റർനാഷണൽ ഇന്റർവ്യൂവിന് വന്നത്. ഇന്ദ്രജിത്ത്, അതെ 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 അതെ. ഈ ഇന്റർവ്യൂ ആ. ഞാൻ എടുക്കാം. അല്ല കേട്ടോ, ഞാന് ഇതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. അവൻ 2 ദിവസമായിട്ട് വന്നിട്ടില്ല. എന്നിട്ട് where were you for the last 2 days? അതായത് ഞങ്ങളന്ന് വെള്ളിയാഴ്ച ഹോസ്റ്റലിൽ പോയി ഇത് ഓജോ ബോർഡ് കളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഓജോ ഇന്ദ്രജിത്ത്, it's not Ojo board, it's Ouija board. പെട്ടെന്ന് മിസ്സായ ബാക്കിൽ ഒരു സൗണ്ടാണ്. Okay, okay. Insta influencerന്റെ പ്രേതോ? ഹർഷ, അർഷയ്ക്ക് ഇതുപോലെ പ്രേതങ്ങൾ ഡീൽ ചെയ്ത് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാന് ഹൗസ് മേറ്റ്സ് എന്നൊരു പടം ചെയ്തിരുന്നു. ആ. അതൊരു പ്രേതപ്പടമാണ്. new movie of yours? മലയാളമാണോ? തമിഴാ. തമിഴാ? 2 മാസം ഫുൾ പ്രേതത്തിന്റെ കൂടെ ആയിരുന്നു. Interesting. Right, Indrajit? Unlike your fake story? ഇത് റിയലാ. ആണോ? Arsha, I'm sorry to tell you, but you've been fooled. ഇത് BBC ന്യൂസ് അല്ല, ഓ ഓക്കെ. ബാക്ക് ബെഞ്ചേഴ്സ് കളക്ടഡ്. ഹലോ, വാങ്ങിച്ചോളൂ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഹലോ ഗൈസ്, ബാക്ക് ബെഞ്ചേഴ്സ് കളക്ടീവിന്റെ ഫ്രീ പീരീഡിന്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹർഷ ബൈജു ആണ്. വെൽക്കം ടു ദി ഷോ. ഹലോ. ഹർഷയെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോ എന്നെ പറ്റി ഞാൻ പറഞ്ഞില്ല. എന്റെ പേര് ഇന്ദ്രജിത്ത് സർ, +2 കൊമേഴ്സ്. +2-ലായോ? ഓക്കെ. കണ്ടത്ര പറയുന്ന. അപ്പോ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ? അതില്ലാണ്ട് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹർഷയ്ക്ക് പ്രേതങ്ങൾക്ക് വിശ്വാസം ഇല്ല. അപ്പോ പ്രേതങ്ങൾ വിശ്വാസമല്ല, പക്ഷെ പ്രേത പേടിയാ. പ്രേതം പേടിയാണ്. എങ്ങാനും വന്നാലോ? പേടി എന്ന് പറഞ്ഞാൽ ചോദിക്കാണ്, ഈ സെറ്റില് എന്തെങ്കിലുമൊക്കെ പ്രേതങ്ങളായിട്ട് ഈ പ്രേതങ്ങളുടെ സാമീപ്യം അനുഭവപ്പെടുകയെന്നോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എന്താ പറയുക, ക്യാമറയുടെ ക്യാപ്റ്റർ ഉണ്ടാവുക, അത് ഡയറക്ടർ ചേർന്ന് മറിഞ്ഞു വീഴുക, ഗ്ലാസ് മുട്ടുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇല്ല. ഞാൻ ചില സമയത്ത് അഭിനയിക്കാൻ മറന്നുപോയിരുന്നു. അതല്ലാണ്ട് അതെനിക്ക് തോന്നുന്നു. വേറെ ഒന്നുമില്ല. കൊള്ളാം. തമിഴൊക്കെ പഠിച്ചോ? ആ. നല്ല പേസിംഗിലും ഒരാളൊക്കെ സ്വന്തമായിട്ടാണോ എഴുതിയിരിക്കുന്നത്? അല്ല നമ്മൾ സംസാരിക്കുമ്പോ മലയാളം സ്ലാങ് വരും. ഞാൻ സംസാരിക്കുമ്പോൾ തമിഴ് സ്ലാങ് മലയാളം സ്ലാങ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. സ്വാഭാവികം. പിന്നെ ചിലർക്ക് കഴിവ് വന്നിട്ടുണ്ടാവും, അതെനിക്ക് അറിയില്ല. അതെ അതെ. ഒന്ന് പറയോ 2-3 സെന്റൻസ് തമിഴില് കേക്കട്ടെ. തമിഴില് വന്ന് பேசும்போது അതല്ല, വേറെ ക്ലാസ് റൂമിനെ പറ്റിട്ടോ മിസ്സിനെ പറ്റിട്ട്. மிஸ் பத்தி சொல்லணும்னா ஜூடி மிஸ் வந்து ரொம்ப சுவாரஸ்யமான அப்படியே போனா இப்படி வந்து നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പാടില്ല. തമിഴ് പിന്നെ പറയാം. മതി, നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ആർക്കെങ്കിലും ഡബ് ചെയ്യാൻ നമ്മൾ പോയിട്ട് അന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ചിലപ്പോ അത് ശരിയാവും. ഞാൻ ഈ ഹൗസ് മേറ്റ്സിന്റെ ട്രെയിലർ കണ്ടു. അപ്പൊ ഞാൻ ഭയങ്കര ക്ലോസ്ലി ഒബ്സർവ് ചെയ്തു. എന്റെ ഒബ്സർവേഷൻ അറിയാം, ഭയങ്കര ക്ലോസ്ലി ഒബ്സർവ് ചെയ്തു. കുറെ സ്ഥലത്ത് മിന്നടിച്ചു. ഈ മിന്നൽ പടത്തിൽ ഒരു പ്രധാന ഘടകമാണ്. അതായത് ഈ മിന്നലടിച്ചെടുത്തു അയാളുടെ പ്രേതമായിട്ട് അപ്രേതമാണ് അങ്ങനത്തെ. അത് എനിക്ക് ഓർമ്മയില്ല, കുറച്ചാൾ മുമ്പ് ഷൂട്ട് ഞാനും പടം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് മറന്നു പോകും ഞാൻ കാര്യങ്ങളെ. പിന്നെ പ്രേതാവുമ്പോ കുറച്ച് മിന്നൽ വേണമല്ലോ. പ്രേതത്തെ ഇരുട്ടിൽ കാണണമെങ്കിൽ മിന്നൽ അടിച്ചാലേ നമ്മൾ കാണുള്ളൂ. കൂടെ അത് ഊട്ടിയിലെ പ്രേതമല്ലേ? അത് ഇത് തമിഴാ, ചെന്നൈയാ. അല്ലല്ല, ചെന്നൈ. പ്രേതം ഉണ്ട്, പക്ഷെ അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കും ഇങ്ങനെ തുണ്ട് ഇങ്ങനെ ബിറ്റ് വെച്ചിട്ട് എഴുതാനേ എനിക്ക് അറിയുള്ളൂ. അത് നോക്കാനേ അറിയുള്ളൂ, അല്ലാതെ ആൻസർ പറയാൻ അറിയില്ല. നല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു കിടൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊരാൾ ചോദിക്കാത്ത ഫ്രഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് മുകുന്ദനുണ്ണിയുടെ ആ ഡയലോഗ് വെച്ച് സംസാരിക്കും. എന്തായിരുന്നു ആ ഡയലോഗ് പറയുമ്പോൾ അവസ്ഥ? ആദ്യത്തെ പ്രാവശ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഇത് പ്രശ്നമാവോന്ന് തോന്നിയിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ഡയറക്ടറുടെ അടുത്ത് ചോദിച്ചിരുന്നു. പുള്ളി പറഞ്ഞു
ഇല്ല നല്ലായിരിക്കും. പുള്ളി പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ടെൻഷനൊന്നും പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ആ സീനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. നല്ലത്. ആ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. അത് പിന്നെ ഈ ട്രോളൊക്കെ ആയപ്പം ആരെങ്കിലും ഒക്കെ വന്ന് എല്ലാവരും അയച്ചിട്ടുണ്ടാവില്ല അപ്പൊ ട്രോളൊക്കെ കാണുന്ന ആ അയച്ചിട്ട് തരുന്നുണ്ട്. അത് ഒരു വട്ടം ഞാന് ചെന്നൈയിൽ പോയപ്പോ അവിടെ വെച്ചിട്ട് ഒരു ചേച്ചി ഇങ്ങനെ ആ വേർഡില്ലേ അതിലെ ആ കുട്ടിയല്ലേ അതല്ലേ ആ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ ആ വേർഡ് വെച്ചിട്ടുള്ള ആ കുട്ടിയല്ലേ അങ്ങനെ ഉറക്കം വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ അത് സന്തോഷാണ്. സന്തോഷം. അവിടെ വീട് വാങ്ങി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് വാങ്ങി ഫർണിച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ ഫിക്സ് അറിയാം ആ വീട്ടിൽ തന്നെ എന്തായിരിക്കും. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങട്ടെ. ഞാൻ അതിനകത്ത് കൂടുതൽ അന്വേഷിക്കാനോ ഇല്ലല്ല അതിനുള്ളൊരു ഇല്ല അതിനകത്ത് ഇല്ല അങ്ങനത്തെ റിസ്ക് ഒന്നും ഒരു തരത്തില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഓടും. പ്രേതത്തിൽ ഭയങ്കര പേടിയാ. അതുകൊണ്ടാണ് ഞാൻ പ്രേതത്തെ പറ്റിയിട്ട് മോശമൊന്നും പറയാത്തത്. പക്ഷെ പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എങ്ങനെ ഉണ്ടെങ്കിലോ നമ്മൾ അവരെ പറ്റിട്ട് നമ്മളിനി വെറുതെ അവരുടെ അടുത്ത് അവരെ പറ്റി മോശം പറഞ്ഞ് റിവെഞ്ചിന് അവരെ വന്ന് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് സ്കൂളല്ലേ സ്കൂളാ. എനിക്കറിയാം പണ്ടയ്യോ ഇതേപോലെ. പക്ഷെ എന്റെ സ്കൂളില് ഞാൻ പഠിച്ച സ്കൂളില് ഭുവനേശ്വരിൽ ഇങ്ങനെ ഒരു കഥയില്ല. അത് പക്ഷെ ഞാൻ മ്യൂസിക് പഠിക്കും. എങ്ങനെ അറിയാം ഭുവനേശ്വരി? ഭുവനേശ്വർ അല്ല, എന്റെ സ്കൂളിന്റെ പേരാ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂൾ മാന്നാർ. എന്റെ സ്ഥലം മാന്നാർ. അവിടെ ഉള്ളൊരു സ്കൂളാ. അവിടെയില്ല. പക്ഷെ ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയ സ്കൂളില് ഇതേപോലെ കുട്ടികൾ ചാടിയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഓരോ കഥകളൊക്കെ സൂസൈഡ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവില്ല അങ്ങനെ. അല്ല മ്യൂസിക് അല്ല, അതൊരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. മനസ്സിലായി? അവിടെ സാറ്റർഡേ സൺഡേ അല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അവിടത്തെ ഒരു ബിൽഡിങ്ങിലൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഏരിയയിലോട്ട് പോവില്ല അങ്ങനെയൊക്കെ. ഭയങ്കര പേടിയാണ് എനിക്ക്. ഇങ്ങനെ ത്രില്ലർ പടം കണ്ടാൽ തന്നെ പേടിയാ. ഈ സൈക്കോ എനിക്ക് ശരിക്കും ഈ മനുഷ്യരായിട്ടുള്ള പ്രേതമില്ലേ, അങ്ങനത്തെ പ്രേതങ്ങളാണ് ഏറ്റവും പേടി. ലൈക്ക് സൈക്കോ കില്ലേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കണ്ടാ ഉറങ്ങാനേ പറ്റില്ല. അങ്ങനെ ഇപ്പൊ 5-ാം പാതിര വരെ കണ്ടിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ പ്രേതം ഇല്ലെങ്കിൽ അതിലെ എന്താണ് പടത്തില് നടക്കുന്ന പ്രേതം? നമ്മള് ട്രെയിലറിലൊരു ഹൊറർ മൂഡാണല്ലോ. പ്രേതം ഇല്ലെങ്കിൽ പിന്നെ ശരിക്കും പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മള് പടത്തിന്റെ സസ്പെൻസ് എന്ന് പറയുന്നത്. ഫാന്റസിയാണ് അതിന്റെ മെയിൻ എലമെന്റ്. നമുക്ക് ആവറേജ്. അപ്പോ ഞാൻ ഫസ്റ്റ് ടൈം അക്ഷയ ശ്രദ്ധിക്കുന്നത് ആവറേജ് അല്ല 18-ാം പടിയിലത്തെ പക്ഷെ ഒന്നുകൂടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ആവറേജ് അമ്പിളി. അഭിനയവും പരിപാടിയും ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് ആവറേജ് അമ്പിളി. എങ്ങനെയാണ് ആവറേജ് അമ്പിളിലേക്ക് എത്തിപ്പെട്ടത്? ആവറേജ് അമ്പിളി ഇവരെന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ അങ്ങനെ എന്തോ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഒരു സീൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ ഓഡിഷൻ പ്രോസസ് അങ്ങനെ ആദിത്യൻ. ഇനി വരുന്ന പ്രൊജക്ട്സ് നമുക്ക് ഇനി അതേപറ്റി സംസാരിക്കാം. ഇപ്പൊ ഹൗസ് മേറ്റ്സ് വരുന്നതുണ്ട്. ഇനി മലയാളത്തിൽ ഏതൊക്കെ സിനിമകളുണ്ട്? ഇനി തെലുങ്ക്, തമിഴ്, ഇങ്ങോട്ടേക്കൊക്കെ വരുമോ? തമിഴ് വഴി ആ വഴിക്ക് പോവോ? കന്നഡ, ഇങ്ങനെ എന്തൊക്കെയാണ്? അതൊന്നുമില്ല. ഇപ്പൊ മലയാളത്തിൽ പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ നടക്കുന്നത്. നീരജ് മാധവ് ചേട്ടനും അൽതാഫ് സലീം ചേട്ടനും അജു വർഗീസ് ചേട്ടനും ഇപ്പൊ ഷൂട്ട് നടക്കുന്നു. തമിഴിൽ ആക്ച്വലി 2 ഒരെണ്ണം ഇറങ്ങാനുണ്ട്, ഒരെണ്ണം ഷൂട്ടും നടക്കുന്നു. അങ്ങനെ അറിയോ? ഇങ്ങനെ സിനിമനെ പറ്റിയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? മെയിൻ പരിപാടി അതെ അല്ലെ? എന്നൊരു പാട്ട് പാടാൻ പറ്റുമോ? അല്ല സിനിമയിൽ നമ്മൾ എപ്പോഴും പാട്ട് കേൾക്കില്ല. അപ്പൊ ഒരു പാട്ട് കണ്ണോട് കൺകളേറ്റും കർപ്പൂര ദീപമേ, കൈനീണ്ട് പോത് പായും മിൻസാരമേ, ഉല്ലാസമേടை மேலே ஓரங்க நாடகம், இன்பங்கள் பாட சொல்லும் என் தாயகம்.
அங்கங்கு ஊஞ்சலாக நான் போகிறேன், அங்கங்கு ஆசை தீர் நான் வேகிறேன், உன்றாக மோகனம் என் காதல் வாகனம், செந்தாமரை செந்தேன் மழை என் ஆவி நீயே தேவி, ராஜராஜ சோழன் நான். ഓ സൂപ്പർ. അപ്പൊ ഇതുകൊണ്ടാണ് പഠിക്കാത്തത്. ഒരു ഗായകനാവാനുള്ള ഒരു പരിപാടിയിലാണ് അല്ല അങ്ങനെയല്ല, ഗംഭീരമായിട്ട് പാടുന്നത്. ശരിക്കും എന്റെ അടുത്തൊരു സെഗ്മെന്റ് ഉണ്ട്, നമുക്ക് സെഗ്മെന്റ് കേൾക്കാമോ? ആ സെഗ്മെന്റിന്റെ പേര് ടിക്. ആ ഇതെനിക്കറിയാം, ഇതല്ലേ? ആ അത് തന്നെ. ഞാൻ കുറച്ച് കാലം ഇതിപ്പോഴും ഉണ്ട്, ആ, നിങ്ങളുടെ ഇപ്പോഴുണ്ട്. കുട്ടികളുടെ ഇടയിലുണ്ട്, ഏ? നിങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഇതുണ്ട്. ആ, ഞാൻ സൂപ്പർ. കുട്ടികളാ. അതാ ചോദിച്ചത്. അപ്പൊ ഇതില് ടിക് ടോക്ക് ടിക് ടോക്ക് ടിക് ടോക്ക് ഓക്കെ. ടിക്കറ്റ് കാണും. ഗ്രീൻ. ഞാൻ പ്രതീക്ഷിച്ചത് ടിക് ടോക്ക് ടിക് ടോക്ക് ടിക് ടോക്ക്. നമ്പറാണ് സെലക്ട് ചെയ്തത്. ആ, നമ്പറല്ല. സോ ഇതെങ്ങനെ കളിക്കാം? ഇത് ആക്ച്വലി ഗ്രീൻ പറയും, GREEN. ഞാൻ ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട. അത് ചെയ്തിട്ട് അതേ എന്റെ ചോദ്യം വൃത്തികേടുണ്ട് അതിനകത്ത്, അത് അങ്ങനെ ചെയ്യാം. എന്താ പിന്നെ ഞാൻ ചെയ്യാം. ഒരു വൃത്തിയില്ല, എന്നെ വിശ്വസിക്കാം. ടിക് ടോക്ക് ഒന്നും ഓപ്ഷൻ ടിക് ടോക്ക് ടിക് ടോക്ക് ടിക്കറ്റ് കാണും. ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ. ആ. വേറെ ഒന്നുമില്ല. EEN അങ്ങനെയല്ല. കണ്ടത് 4 ആ, ഏ? ആ. അത് ആ, എന്ത് പോ ഇവിടെ 4 ഉണ്ടില്ലേ? കണ്ടു, അത് ഞാൻ സെലക്ട് ചെയ്യണ്ടേ? അല്ല ഞാനാ സെലക്ട് അങ്ങനെയൊന്നും അല്ല. അയ്യ, എന്നാ ഫസ്റ്റ് ഇട്ട്. അത് ഞാൻ ചെയ്യാം. ദാ, വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം. നോക്കി നിന്നാ ഞാൻ തന്നെ ഗെയിം കളിക്കാം. 1 അല്ല അങ്ങനെ അത് പാടിക്കോ. പാട്ട് പാടിക്കോ. ടിപ് ടിപ് ടോപ്പ് ടിപ് ഗ്രീൻ. GREEN. അങ്ങനെയാണോ? 8 എന്താണ് 4 എടുക്കണം? അതിനാണ് എടുത്താ മതി. ഇങ്ങനെ അല്ലല്ലോ. എന്തൊരു, ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ, എന്തോ കള്ളത്തരം ഉണ്ട് ഇതിനകത്ത്. ചോദ്യം എടുത്തു. ഇനിയിപ്പോ ഗൂഗിളിൽ നോക്കും. മുകുന്ദുണ്ണിയെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അക്ഷയുടെ പ്രതികരണം? ഇല്ല, ഞാൻ എടുക്കില്ല അങ്ങനെ ഒരാളെ. അങ്ങനെ എടുക്കില്ല. പക്ഷെ ഇയാൾ കല്യാണം കഴിച്ചതിന് ശേഷം ഇയാൾ മുകുന്ദുണ്ണിയാന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ വരില്ലല്ലോ, അങ്ങനെയും കല്യാണം കഴിക്കില്ലല്ലോ. അങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടില്ല. കിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോ നമ്മുടെ കഴിഞ്ഞോ? segment കഴിഞ്ഞു. ഇതാണ് സെഗ്മെന്റ്. നല്ല സെഗ്മെന്റ് അല്ലേ? സൂപ്പർ. എനിക്കൊരു ഓട്ടോഗ്രാഫ് തന്നിട്ട് നമുക്ക് ഈ ഷോ അവസാനിക്കാം. സോറി, അവസാനിപ്പിക്കാം. ഇതെന്താ ഇത് മറ്റേ ഫെയർവെല്ലിന് ചെയ്യുന്ന പോലെ. ആ, ശരി. ടീച്ചർ വഴക്ക് പറയും, മിസ്. ഏയ്, കുഴപ്പമൊന്നുമില്ല. ഈ no. യൂണിഫോമിൽ എനിക്കൊരു ഒരു കുഴപ്പം എനിക്ക് അല്ല, എനിക്ക് സംഭവിക്കുന്നില്ല. കുഴപ്പമുണ്ട്. ആ അതെ, ഇതില് ഞാൻ ഒപ്പിട്ടോളാം. ഒപ്പിട്ടോളാം, ഐ മീൻ തരാം. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. വായിക്കാമല്ലോ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട്. അക്ഷരാർത്ഥതാണ് പറഞ്ഞത്. ആണല്ലോ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഒരേപോലെയാണെന്ന് പറയണ്ട. We have so much in common. No. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, തിരക്കില്ലാത്ത. ആണോ? ഓക്കെ, താങ്ക്സ്. അപ്പം ഓക്കെ, താങ്ക് യു ഫോർ എന്താ പറയാ കോപ്പറേറ്റിംഗ് വിത്ത് അസ്. അല്ല, ഞാൻ പറഞ്ഞു താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് മീ. ഹലോ, അച്ഛൻ എവിടെയാ? അച്ഛൻ ഒന്ന് വേഗം വരൂ. ഇവിടെ കുറെ പ്രാന്തന്മാര് BBC എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് 2 പേര്. ഒന്ന് വേഗം വരൂ, അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ഇങ്ങോട്ട് വരും.